തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് സ്ത്രീകൾ ഇങ്ങനെ തലയിൽ പൂവൊക്കെ ചൂടിയിട്ട്. അതിനി നിറഞ്ഞ വെയിലായാലും അതുപോലെ നല്ല മഴയായാലും ക്ഷേത്രത്തിനകത്തായാലും ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. പക്ഷെ ഒരിക്കലും ഒരു യാത്രയിൽ എനിക്ക് മനോഹരമായൊരു ഉത്തരം കിട്ടുകയുണ്ടായി. ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണത്രേ തലയിൽ പൂച്ചൂടുന്നത്. ടി മീഡിയ ഡിവൈൻ ട്രെയിൽസിൻ്റെ ഇന്നത്തെ യാത്ര കേരള പഴനിയിലേക്കാണ്. പഴനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രമാണ്. പക്ഷേ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലെ പുത്തൂരിലെ ചോച്ചേരിക്കുന്നിലാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും വടക്കുന്നാഥൻ, തിരുവമ്പാടി, പാറമേക്കാവ് ഇതൊക്കെയാണ് ആദ്യം ഓർമ്മ വരിക. അടുത്ത കാലത്തായിട്ടാണ് കേരള പഴനിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്. തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പോലെ തന്നെ ഇവിടെയും ഒരുപാട് പടവുകളുണ്ട് മുകളിലെത്താൻ. ഓരോ പടവിലും നമുക്ക് കാണാം അത് സംഭാവന ചെയ്ത ആളിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ വിവരവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പടവുകൾ കയറാൻ പറ്റാത്തവർക്ക് ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങളുണ്ട്. ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് പതുക്കെ കയറിയാൽ മതി. അതുപോലെ തന്നെ മുകളിലേക്ക് ഇത്രയും പടികൾ, ഏകദേശം 239 പടികളുണ്ട് എന്ന് പറഞ്ഞു. ഈ പടികൾ നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് 2 സൈഡിൽ കൂടിയും വാഹന സൗകര്യവും കൂടി അമ്പലത്തിലേക്ക് ലഭ്യമാണ്. ഇതാണ് കേരള പഴനിയിലെ അടിവാരം ഗണപതി ക്ഷേത്രം. ആദ്യം സുബ്രഹ്മണ്യ സഹോദരനായ ഗണപതിയെ തൊഴുതിട്ടാണ് മുകളിൽ കേരള പഴനിയിലേക്ക് പോകുന്നത്. ഇതാ നല്ല മഴ പെയ്ത് തോർന്നിരിക്കുകയാണ്. ആ മഴയ സമയത്താണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഭജന മണ്ഡപമുണ്ട്, അതിൻ്റെ പേര് ദേവസേന ഭജന മണ്ഡപം എന്നാണ്. അവിടെ ഞങ്ങൾ എല്ലാവരും കയറി നിന്നു. ആ സമയത്ത് അമ്പലത്തിൻ്റെ അകത്ത് തിരക്ക് കുറവായിരുന്നു. ഇപ്പം തിരക്കൊക്കെ കൂടി എല്ലാവരും വീണ്ടും തൊഴാൻ പോവാണ്. ഞങ്ങളും അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ പോവാണ്. നല്ല മഴ വന്നപ്പോൾ ഇതേ ചാടി കയറി ഇങ്ങോട്ട് നിന്നതാ. അപ്പോൾ ഇവിടെ നല്ലൊരു കൊട്ടും പാട്ടും നടക്കുന്നുണ്ട്. ഈ കലാരൂപത്തിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളിവിടെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് കലാരൂപത്തിന്റെ പേരെന്താ? ചിന്തുപാട്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടും പുറത്തൊന്നും അധികം ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും മൊബൈലും അതും ഇതുമൊക്കെ ആക്കി മാറി നിന്നപ്പോൾ കലാരൂപങ്ങൾ, ഇങ്ങനെയുള്ള പഴയ കലാരൂപങ്ങളൊക്കെ പോയി അല്ലേ? ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇത് ഈ സമിതി ഇവിടെ രൂപീകരിച്ചത്? ശരിക്കും പറഞ്ഞ അമ്പലത്തിന്റെ കീഴിൽ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ദുഃഖമുള്ള ഒരു ദിവസമാണ്. ഞാൻ ആശാൻ മരിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇന്ന് കറക്റ്റ് ഒരു ദിവസമാണ്. 1 വർഷമായിട്ട്. ആശാന്റെ പേര് അമ്പാടി എന്ന് പറയും. ദേശീയനാണ് വിളിക്കുക. അപ്പോൾ ആളുടെ ദുഃഖാചരണമാണ് ശരിക്കും. 1 വർഷമായി മരിച്ചിട്ട് അങ്ങനെയാണ് എല്ലാവരും കൂടെ ഒന്ന് വന്ന് എല്ലാ ഞായറാഴ്ച ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും ഇപ്പം മെയിൻ പഠിപ്പിക്കണത്. അതെയല്ലേ? എന്താ പേര്? മണി. ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നേ, ആദ്യം ഗണപതി, പിന്നെ സരസ്വതി, പിന്നെ അയ്യപ്പൻ അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഓരോ ചിട്ടകളുണ്ട്. ഗണപതിയിൽ ഇപ്പോൾ നമ്മൾ തിരുവാതിരയൊക്കെ ആണെങ്കിലും കളിക്കുമ്പോൾ ആദ്യം ഗണപതിയിൽ തുടങ്ങുമല്ലോ, അതേപോലെ ഈ ചിന്തുപാട്ടിനും അതിൻ്റെതായിട്ടുള്ള ചിട്ടകളുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം എല്ലാവരും കൂടി? ടോട്ടല് എല്ലാവരും കൂടി 50 പേരുണ്ട്. 50 പേരുണ്ട്. അങ്ങനെയാ അല്ലേ? ഈശ്വരന്റെ സഗുണസാകാര ഭാവത്തിലുള്ളതാണ് സുബ്രഹ്മണ്യോപാസന എന്നാണ് പറയാറുള്ളത്. അത് തമിഴ്നാട്ടിലെ ആറുപടൈ വീടുകളായാലും കർണാടകത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രമായാലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ കേരള പഴനിയായാലും അതിന് ഉദാഹരണങ്ങളാണ്.
ചോച്ചേരിക്കുന്ന് എന്ന പേര് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. ചോജം എന്ന് പറഞ്ഞാൽ മരവുരി. മരവുരി ധരിച്ച സപ്തർഷികള് പണ്ടിവിടെ ചേരിയിൽ താമസിച്ചിരുന്നത്രേ. അങ്ങനെയാണ് ചോജവും ചേരിയും ചേർന്ന് ചോച്ചേരിക്കുന്ന് എന്ന പേര് വന്നത്. പണ്ട് ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്ര ചരിത്രത്തിന് പിന്നില് വലിയൊരു ഐതിഹ്യമുണ്ട്. അത് സ്കന്ദപുരാണത്തിലാണ് പറയുന്നത്. ഇവിടെ ബ്രഹ്മശാപ നിവൃത്തിക്കായിട്ട് ഒരിക്കല് സുബ്രഹ്മണ്യ സ്വാമി താമസിച്ചു എന്നാണ് പറയുന്നത്. തന്റെ സ്വന്തം രൂപം ത്യജിച്ചാണത്രേ ഇവിടെ താമസിച്ചത്. പുത്രനെ തിരിച്ചു കിട്ടാനായി പാർവതി ദേവി ഷഷ്ഠീവ്രതം അനുഷ്ഠിച്ചു. ഒടുക്കം പാർവതി ദേവിയുടെ മുന്നിലേക്ക് സുബ്രഹ്മണ്യ സ്വാമി സർപ്പാകാരത്തില് വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് മഹാവിഷ്ണുവിന്റെ കരസ്പർശമേറ്റ് സ്വന്തം രൂപത്തിലേക്ക് തന്നെ മാറുകയുണ്ടായി. ആ ഐതിഹ്യമാണ് ഇവിടെ കേരള പഴനിയുടെ പിന്നിലുള്ളത്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ പൂയമാണ്. അതുപോലെ തന്നെ കർക്കിടകത്തിലെ ഗണപതി ഹോമം, വൃശ്ചിക മാസത്തിലെ അയ്യപ്പൻ വിളക്കും ഉത്സവ ദിവസങ്ങളാണ്. കേരള പഴനി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ തമിഴ്നാട്ടിലെ പഴനിയിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് മുണ്ടനപ്പുര. ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കുട്ടികളെയും അതുപോലെ മുതിർന്നവരെയും ഒക്കെ കാണാം. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഓ, തൃപ്രയാറിനാ വരുന്നത് അല്ലേ? തൊഴുതു അമ്പലത്തില്. ഇനി ചടങ്ങുകളുണ്ട് അല്ലേ? കാവടി എടുക്കാൻ. അപ്പൊ നമുക്ക് അവിടെ കാണാം അല്ലേ? ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞാല് പിന്നെയുള്ള ഉപപ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ശിവൻ, പാർവതി, ശ്രീരാമൻ, ഹനുമാൻ, ഗണപതി എന്നിവരാണ്. ഇത് കൂടാതെ പുറത്ത് നമുക്ക് നാഗപ്രതിഷ്ഠയും കാണാം. അവിടെ നാഗരാജാവും നാഗയക്ഷിയും ഉണ്ട്. പേരെന്താ? ആശ. ആശ. ആശയുടെ വീട് കൊടകരയാണ്. കുറെ നാളായോ ഇവിടെ ഇങ്ങനെ പുള്ളുവമ്പാട്ട് പാടും? 9 വർഷമായിട്ട് കേരള പഴനിയിലുണ്ട് അല്ലേ? എല്ലാ ഞായറാഴ്ചയും. പിന്നെ അതുകൂടാതെ രണ്ടമ്പലത്തിൽ വേറെ പോകുന്നുണ്ട്. ശരിയാ. കുറുമാലികാവ് ദേവീക്ഷേത്രം. ഓഹോ. പിന്നെ ശനിയാഴ്ച ശാസ്താവിന്റെ അമ്പലത്തിൽ. ഞായറാഴ്ച നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാണ്. പിന്നെ കലണ്ടർ നമ്മൾ മുടക്കുണ്ടാവൂല, ഗവൺമെന്റ് മുടക്ക്, അതൊക്കെ തിരക്ക്. അപ്പൊ എന്റെ നക്ഷത്രം ആയില്യാണ്. അപ്പൊ ആയില്യത്തിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ പേര് കൂടി താര. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച മകളാണ് നാമധയം സന്തതി. ജന്മദോഷങ്ങളും ജന്മശാപങ്ങളും കർമ്മദോഷങ്ങളും പാടി ഒഴിക്കുന്നു. അവതാരമായി വാഴും ചോറ്റാനിക്കരയമ്മ ഓമന മകളുടെ ദേഹത്തെ കാക്കണേ. ഈ പുള്ളൂർ കുളത്താരെ പാടി സ്തുതി ചെയ്യുമ്പോൾ ഓമന മകളുടെ ദേഹം തെളിയട്ടെ. എനിക്കു തന്ന ഇന്നത്തേക്കുള്ളുണ്ണി ഓമന മകൾ അഴകോട് വാഴണേ. നമ്മുടെ കൂടെയുള്ളത് ചോച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായ രാജൻ സാറാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കേരള പഴനി എന്ന് വിളിക്കുന്നത്? കേരള പഴനി എന്ന് പറഞ്ഞാൽ പഴനിയോട് സാമ്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടുത്തെ പൂജാരി കാര്യങ്ങളും തന്നെയാണ് ഇവിടെയും ആചരിക്കുന്നത്. അത് പഴനിയിലത്തെ പോലെ തന്നെ 4 ഭാഗത്തു നിന്നുള്ള വിഷൻ ഈ അമ്പലത്തിൽ വന്നാലും കിട്ടുന്നതാണ്. അതുപോലെ ചവിട്ടുപടികളും പൂജാരി കാര്യങ്ങൾ പോലും അതുപോലെ തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ഷേത്രം വളരുമ്പോൾ ഒരു നാടാണ് വളരുന്നത് അല്ലേ? തീർച്ചയായും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചോച്ചേരിക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെ നമ്മുടെ ഈ ക്ഷേത്രം കൊണ്ട് ഒരുപാട് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ഭക്തര് ഇവിടെ എത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണ് പ്രത്യേകം വഴിപാടുകൾ എന്ന് പറയുന്നത്? തലമുണ്ടനം ചെയ്യാന്നുള്ളതും വേൽസമർപ്പണം, പാലാഭിഷേകം, അതുപോലെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് ഭഗവാൻ ഏറ്റവും സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒരു ഭഗവാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഭഗവാനാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ചെറിയ വഴിപാട് നടത്തി പഴനിയിൽ കിട്ടുന്ന അതേ അനുഭൂതിയോട് കൂടിയിട്ടാണ് ഭക്തന്മാരൊക്കെ തിരിച്ചു പോകുന്നത്. നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണോ? അടുത്ത കാലത്തായിട്ട് അല്ല, അത് പൂർത്തിയായിട്ടില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 5-6 മാസം കൂടി പിടിക്കും ഇതിന് പണി പൂർത്തിയാകുമ്പോൾ.
ഇതെടുത്ത് പറയാവുന്ന കേസ്, ഇതിന് ആദ്യം ഇത് പ്രതീക്ഷ നടത്തിയ ചിമ്മിയാനന്ദസ്വാമി പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമുള്ളത്. അന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഭാവിയിൽ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടുക ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഷഷ്ടിവ്രതം എല്ലാ കർത്തവാവ് കഴിഞ്ഞ 6ാമത്തെ ദിവസം ശുക്ലപക്ഷ ഷഷ്ടി എന്ന് പറയും. അപ്പോൾ സന്താനമില്ലാത്ത അമ്മമാർക്ക്, പിന്നെ സന്താനമുള്ള അമ്മമാർക്ക് അവരുടെ സൽവൃത്തിക്ക് വേണ്ടിയിട്ട് അമ്മമാർ നടത്തപ്പെടുന്നു. പിന്നെ കുംഭമാസത്തിലെ പൂയ നക്ഷത്രത്തിന് പ്രതിഷ്ഠാദിനവും കാവടിയൊക്കെ ആയിട്ട് ഉത്സവമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ പൂയത്തിനാണ് പ്രത്യേകത. അപ്പോൾ അന്ന് കൊടിയേറ്റത്തിൻ്റെ അന്ന് രോഹിണി നാൾക്ക് കൊടിയേറും. അന്ന് അമ്മമാർ, ആയിരക്കണക്കിന് അമ്മമാർ പാൽക്കുട നീട്ടി 1000 പാൽക്കുട എടുത്ത് കുന്നിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യും അല്ലേ അമ്മമാര്. 1008. അപ്പോൾ അതിൽ പിന്നെ ഇങ്ങനെ കൂടും, പല ഭക്ഷണവും കൂടുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് ഇങ്ങനെ പിന്നീട് അമ്മമാർ കൊടുക്കുന്നതല്ലേ. അതെനിക്ക് തോന്നുന്നു വേറെ ഏത് ക്ഷേത്രത്തിലും അങ്ങനെ കാണാത്തൊരു ചടങ്ങും കൂടിയാണ്. ഇതൊക്കെയാണ് കേരള പഴനിയിലെ വിശേഷങ്ങളും പ്രത്യേകതകളും. തമിഴ്നാട്ടിലെ പഴനിയിൽ പോകാൻ പറ്റാത്തവർ ഒരിക്കലെങ്കിലും കേരള പഴനിയിലേക്ക് വരണം. ഈ ചരിത്രമുറങ്ങുന്ന മണ്ണും പ്രകൃതി ഭംഗിയും ആസ്വദിക്കണം.